നമസ്കാരം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാതെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വധശിക്ഷ റദ്ദാക്കിയെന്ന ചില വ്യക്തികൾ പറയുന്നത് ശരിയല്ല എന്ന് കേന്ദ്രം വിശദീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം പ്രതികരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ഓഫീസായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിനാണ് കേന്ദ്രം ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ നൽകാത്തത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. ആരുമായും ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ പുതിയ തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ട കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കത്ത് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണെന്ന് യമനിലെ സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമും അഭിപ്രായപ്പെട്ടു. പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീട്ടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നാണ് കേസ്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്താതിരിക്കുമ്പോഴും പുറത്തുവരുന്നത് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ഇത് വധശിക്ഷ റദ്ദാക്കലിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ ധാരണയായതായാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ അറിയിച്ചിട്ടുള്ളത്. യമൻ പൗരനായ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതായും അദ്ദേഹം പറഞ്ഞു. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ദിയാധനത്തെ സംബന്ധിച്ച് അടക്കം ചർച്ചകൾ തുടരുമെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ കേസിൽ 36 കോടി രൂപ കൊടുത്തിട്ടും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ച് മറ്റു കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചർച്ച നടത്തേണ്ടതുണ്ട് എന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. വധശിക്ഷ വേണ്ട എന്ന് മാത്രമാണ് തത്വത്തിൽ ധാരണയായത്. വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തലാലിന്റെ കുടുംബത്തിൽ ധാരണയായിട്ടുണ്ട്. തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളുമുണ്ട്. യമനിലെ നിയമപ്രകാരം മരണപ്പെട്ടവരുടെ സ്വത്തിന്റെ അവകാശികളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സ്വാഭാവികമായും മക്കളും മാതാപിതാക്കളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ജീവിച്ചിരില്ല എങ്കിൽ മാത്രമേ സഹോദരൻ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം. ഇനി വധശിക്ഷ റദ്ദാക്കിയാലും ജീവപര്യന്തമായിട്ടാണോ അതോ ഒരുപാട് കാലം യമനിലെ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന കാര്യങ്ങൾ തീർപ്പ് വരേണ്ടതുണ്ട്. വധശിക്ഷ റദ്ദാക്കിയെന്ന ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്രത്തിൽ നിന്ന് വരുന്നതുവരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം.